നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ള റീഡിങ്ങുമായിട്ടും എടുക്കാം, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനുമുള്ള റീഡിംഗ് ആയിട്ട് എടുക്കാം. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ. എത്ര റെസനേറ്റ് ചെയ്താലും ഇത് വെച്ച് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ നമ ശിവായ. ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ ഒരു റീഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്? ഇതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡാണ് മറിഞ്ഞത്. ഇത് പറയുന്നത് സീസ് ദ മൊമെന്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കി കളയരുതെന്നാണ് പറയുന്നത്. ഈ അവസരം നിങ്ങൾ പാഴാക്കി കളഞ്ഞാല് പിന്നീട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. അതേസമയം ഈ സമയം നിങ്ങൾ യൂസ് ചെയ്ത് അതിന്റെ വേണ്ട രീതിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ടാരോ റീഡിങ്ങിലേക്ക് പോകാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളെ തമ്മില് അടുപ്പിക്കുന്നത് എന്ത് കാര്യമാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ തമ്മില് അടുപ്പിക്കുന്നത് എന്ത് കാര്യമാണ്, നിങ്ങൾ തമ്മില് കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളെ തമ്മില് അടുപ്പിക്കുന്നത് രണ്ട് കാർഡുകളാണ്. നിങ്ങൾ അധികം ഈഗോ ഇല്ലാത്ത ആളുകളാണ്, വളരെ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ് കേട്ടോ. എടുത്തുചാട്ടമോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടലുകളോ അതുപോലെ തന്നെ ഓവറായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ. ആരോടും ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരല്ല. സ്വാർത്ഥത അത്രയും അധികം ഇല്ലാത്തവരാണ്. പിന്നെ ഷോ ഓഫ് അല്ല നിങ്ങൾ. ചില വെറുതെ പൈസ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത പൈസ ചെലവാക്കുന്ന തരം ആളുകളല്ല. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രണ്ടുപേരാണെന്നാണ് പറയുന്നത്. പൈസയുടെ ഉപയോഗം നിങ്ങൾക്കറിയാം. പൈസ നല്ല വിലയുള്ള കാര്യമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ അതങ്ങനെ വെറുതെ ചെലവാക്കി കളയുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ. ഇത് ചോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ലിയോ ഏരീസ് സാജിറ്റേറിയസ്. പക്ഷെ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആളുകളായിട്ടാണ് കാണുക. വളരെ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള കുറച്ച് എനർജീസ് ആണ്. ഭയങ്കര ലാവിഷായ ജീവിതം ജീവിക്കുന്ന, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ്. ഇവരങ്ങനെയല്ല. ഇവര് പൈസ എത്രയധികം ഉണ്ടായത് രണ്ടും ഏകദേശം ഒരേപോലത്തെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ എനർജിയാണ്. സ്റ്റെബിലിറ്റി ഉണ്ട്, പൈസ ഉണ്ടാക്കാനും അറിയാം, അത് എങ്ങനെ ചെലവാക്കണമെന്നും അറിയുന്ന രണ്ടു പേരാണ്. അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഏകദേശം ഒരുപോലത്തെ സ്വഭാവമുള്ള രണ്ടുപേരാണ് നിങ്ങൾ കേട്ടോ. ഇത് ചോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. അപ്പൊ പുറത്തുനിന്ന് കാണുന്നവർക്ക് നിങ്ങൾ ഭയങ്കര പിശുക്കുള്ള ആളുകളാണെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ പിശുക്കല്ല. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു വെക്കുന്നില്ല. പക്ഷെ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോ അനാവശ്യം എന്ന് മറ്റുള്ളവർ പറയുന്ന മറ്റുള്ളവരുടെ ആവശ്യങ്ങള് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് പൈസ ചെലവാക്കാതെ വരുമ്പോ അവർ പറയും നിങ്ങൾ ഭയങ്കര പിശുക്കുള്ളവരാണെന്ന്. അതാണ് ഇവിടുത്തെ കാര്യം കേട്ടോ. അപ്പോ പൈസ ഉണ്ടാക്കാനും അറിയാം, പൈസ നിങ്ങളുടെ ആവശ്യത്തിന് ചെലവാക്കാനും അറിയുന്ന രണ്ടുപേരാണ് നിങ്ങൾ.
ഇതാണ് നിങ്ങളെ അടുപ്പിക്കുന്നത്. ചിലപ്പം ഒപ്പം ജോലി ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം, അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരായിരിക്കാം, ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരിക്കാം. മനസ്സിലായത്? ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഇതിപ്പോ സെയിം ജെൻഡറായ ആളുകളായിരിക്കാം. അങ്ങനെയും വ്യത്യാസം മീൻസ് അങ്ങനെയും വരാം കേട്ടോ. കാരണം പെട്ടെന്ന് എനിക്ക് ഹോസ്റ്റലിന്റെ കാര്യമാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അയൽപ്പക്കക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം. എന്തോ നല്ല അടുപ്പമുള്ള ആളുകളാണ്, ചെറുപ്പത്തിലെ തന്നെ പരിചയമുള്ള ആളുകൾ രണ്ടുപേരാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന നിങ്ങളുടെ എന്ത് എനർജിയിലാണ് പ്രശ്നം എന്ന് വെച്ചാല്, ചില നിങ്ങളെ അകറ്റി നിർത്തുന്നത്, ഇപ്പൊ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടാലും ചില കാര്യങ്ങൾ അവരുടെ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. ചില കാര്യങ്ങൾ അവര് ചിലപ്പോ ആൾക്കാരോട് സംസാരിക്കുന്നത് ചിലപ്പോ റൂഡായിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. അവരറിയുന്നുണ്ടാവില്ല, അവര് പറ്റില്ല എന്ന് പറയുന്നത്, അയ്യോ ഇന്ന് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൂടെ എന്ന് നിങ്ങൾ ചിലപ്പോൾ പറയുന്ന, അങ്ങനതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവമായിരിക്കും. എന്താണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ? നിങ്ങൾക്ക് അവരുടെ എന്ത് കാര്യമാണ് ഇഷ്ടമില്ലാത്തത്, അവർക്ക് നിങ്ങളുടെ എന്ത് കാര്യമാണ് ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരാള് ഇഷ്ടമില്ലാത്ത വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോ അവരുടെ ഫാമിലി പറയുന്നത് എന്താ പറയാ അച്ചട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവരുടെ ഫാമിലിയോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ആളായിരിക്കാം. മനസ്സിലായോ? ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ അത് നിങ്ങളായിട്ടുള്ള നിങ്ങളും കുട്ടികളും ആവാൻ വഴിയില്ല. ആ വ്യക്തിയുടെ ഫാമിലി, അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മാവി, അങ്ങനെയല്ല, അവരുടെ ഫാമിലിയിലുള്ള ആളുകള് എന്തു പറയുന്നു അതുപോലെ അതെല്ലാം എന്ത് കാര്യം തീരുമാനിക്കണമെങ്കിലും അവരുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചായിരിക്കാം നിങ്ങളുടെ വ്യക്തി തീരുമാനമെടുക്കുന്നത്. അതിലെ കുറച്ചൊരു ഈർഷ്യ, ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതേസമയം നിങ്ങളുടേത് അതുപോലെ തന്നെ. നിങ്ങൾക്ക് കരിയറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പൈസ കാണിച്ചു, അതിന്റെ തന്നെയാണ്. ആ പൈസ, നിങ്ങൾ എത്രത്തോളം പൈസ ഉണ്ടാക്കുന്നു, എന്താണോ നിങ്ങൾ അടുപ്പിക്കുന്നത്, അതിൽ ചില കാര്യങ്ങളാണ്, അതിനോടനുബന്ധിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്. ഇവിടെ ഒരാൾ ഭയങ്കര കരിയർ ഓറിയന്റഡ് ആണെന്ന് വെച്ചാല് അവര് ഫാമിലിയും കരിയറും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി എല്ലാം കീപ്പ് ചെയ്യുമെങ്കിലും കൂടുതലും അവര് ഓഫീസിൽ സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഓഫീസിൽ സ്പെൻഡ് ചെയ്താല് എന്ന് വെച്ചാൽ ഇമോഷൻസ് അധികം വേണ്ട. കൂടുതൽ ജോലിയിൽ ഇൻവോൾവ് ആയവര് ഇമോഷൻസ് വേണ്ട ജോലിയിൽ, അല്ലെ? നമ്മള് ഒരു പ്രക്രിയയാണ്, അത് നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകുന്നു. അതായിട്ട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ല. അപ്പോ ഇമോഷണലി അറ്റാച്ച്മെന്റ് ആവാൻ പേടിയുള്ളവരാണ് കൂടുതൽ സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യുക. ഫ്രണ്ട്സ് ആയിട്ടല്ല, അവരുടെ ജോലി. അത് ഇമോഷൻസ് പേടിയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് സിറ്റുവേഷൻ അതിനകത്ത് കയറിയാൽ ഭയങ്കര ഡ്രാമയാണെന്നൊരു പേടിയുള്ളവരായിരിക്കാം ഓഫീസിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആവശ്യത്തിന് നിങ്ങളെ കിട്ടുന്നില്ലായിരിക്കാം. മനസ്സിലായോ? അപ്പോ ലീവ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓവർ ടൈം ചെയ്യുക. ഷിഫ്റ്റ് തീരുമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആരെങ്കിലും ഓവർ ടൈം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശരി ഞാൻ അതും കൂടെ ചെയ്യാം എന്ന് ഏറ്റെടുക്കുന്ന, ചിലപ്പോൾ നിങ്ങളൊരു നേഴ്സോ ഡോക്ടറോ അങ്ങനെ ഒരു ഫീലിംഗും കൂടെ വരുന്നുണ്ട് ഇവിടെ. എന്തായാലും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് വാട്ടെവർ എന്തോ ആണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവരുടെ ബന്ധുക്കളെ നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എന്നാലും നിങ്ങൾ അത് തുറന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇതാണ് നിങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. പിന്നെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളൊക്കെയാണ്? ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോ കുറച്ച് കാർഡുകൾ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരുമിച്ച് റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് കൂടുതലുമായിട്ടിരിക്കുന്നത്. അതാവണം എന്നില്ല കേട്ടോ. ഇവിടെ ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഉണ്ട്. എന്നാലും ആ ഏരീസ് ലിയോ സാജിറ്റേറിയസിന്റെ ശരിക്കുള്ള ക്യാരക്ടർ സപ്രസ് ചെയ്തിട്ട് അവിടെയും എർത്ത് സൈൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എർത്ത് സൈൻ പണിയെടുക്കുമ്പോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പണിയെടുക്കും റെസ്റ്റ് എടുക്കാതെ. പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോ വളരെയധികം ലാവിഷ് ആയിട്ട് റെസ്റ്റ് എടുക്കും. ഒരു പിഴിച്ചിൽ പോവുക, ഒരു ഉഴിച്ചിലിന് പോവുക, ഒരു സ്പായിൽ പോവുക, ഒരു ബ്യൂട്ടി പാർലറിൽ പോവുക, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ്.
ബ്യൂട്ടി കോൺഷ്യസ് ആയ കുറച്ച് ആളുകളാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് വെറുതെ ഇരിക്കാനും ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും അത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ്. രണ്ടുപേരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മിക്കവരുടെയും വിചാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് തോന്നും. മനസ്സിലായോ? എന്താണ് സുഖമാണോ, അതൊന്നും വേണോ, ഇത് വേണോ, ഇത് വേണോ, അത് വേണോ, കാല് പൊക്കി വെക്കാൻ കസേര വെക്കണോ, ഇതൊക്കെ നമ്മൾ ചോദിച്ച മറ്റുള്ള ചിലർക്ക് ശാന്തത, മിണ്ടാതിരിക്കുക, പീസ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പേരുണ്ട്. അപ്പോ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ചായിരുന്നു, അതെ ഒരുമിച്ച്. നിങ്ങൾ എന്താ സംസാരിച്ച? ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നു. അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് ഇവരെന്തെന്നേ ഒറ്റയ്ക്ക് വട്ടളരണ്ടിരുന്നു. മനസ്സിലായോ? അതല്ല, ഒരു പീസ് ലവിങ് ആളുകളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് രണ്ടുപേർക്ക് ഒരേ റൂമിൽ ഇരിക്കാം, മിണ്ടാതെ. ചിലപ്പോൾ ടി വി കാണുമായിരിക്കും, അതില് കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ടുപേരും തമ്മിലൊന്നും സംസാരിക്കും. പക്ഷെ അതും ഒരു കമ്പനിയാണ്. മനസ്സിലാണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ്, അങ്ങനെ ചെയ്യുന്ന രണ്ടുപേരാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെയധികം പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. പ്ലാനിങ് മാത്രമല്ല, ഫ്യൂച്ചർ കയ്യെത്താ ദൂരത്ത് അല്ല നിങ്ങൾക്ക്. നിങ്ങൾ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യവും നിങ്ങൾ ഒരുമിച്ചാണ് അതിന്റെ പുറകെ പോകുന്നത്. അപ്പൊ ഗോളുകൾ നിങ്ങളുടെ ഏകദേശം ഒരുപോലത്തെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ ഗോള് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിന്റെ കാര്യം സംസാരിക്കുന്നവരാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്കും വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാകും എന്നൊരു ചിന്ത. ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ. സ്നേഹത്തിന്റെ കാർഡാണ്, ഇമോഷൻസിന്റെ കാർഡാണ്. ഇമോഷൻസ് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ എംപററിനെ കാണിക്കുന്നുണ്ട്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാണ്, ഒരു ചക്രവർത്തിയാണ്. അപ്പോ ഈ ചക്രവർത്തിയെ കാണാൻ പോകും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗുരു ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ സത്സംഗിനൊക്കെ പോകുന്ന ആളായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ അമ്പലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ പോവുക, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. എന്ന് വെച്ചാല് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക. അതുപോലെ തന്നെ ചിലപ്പോ ഈ വ്യക്തിയുടെ ചിലപ്പോ അച്ഛനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെയോ ഒക്കെ വളരെ റെസ്പെക്ട് ഉണ്ട്. അപ്പൊ അവരെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് പോകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾ വളരെ പാഷനറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പും ഭയങ്കര സ്ട്രോങ് ആണ് നിങ്ങൾ തമ്മിലെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു ഫ്രണ്ട്സിന്റെ റീഡിംഗ് ആയിട്ടാണ് നിങ്ങൾ കാണുമെങ്കിൽ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള വളരെ പാഷനറ്റ്. ചിലർക്ക് പാട്ട് കമ്പോസ് ചെയ്യണം വളരെ ഇഷ്ടമായിരിക്കും. അപ്പൊ ഫ്രണ്ടും ആ ഒരു ഫീൽഡിലുള്ള ആളായിരിക്കും. ചിലപ്പോൾ പടം വരയ്ക്കുന്നത് ഇഷ്ടമായിരിക്കാം. മനസ്സിലായോ? അപ്പൊ ഒരാൾ പടം വരയ്ക്കുന്നു, ഒരാൾ ലാൻഡ്സ്കേപ്പ് കൊണ്ടു തരുന്നു, ഇങ്ങനെ പിക്ചേഴ്സ് കൊണ്ടു തരുന്നു, നീ ഇത് നോക്കി വരയ്ക്കും. അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയ രേഖാചിത്രം വരയ്ക്കുന്ന ആളുകൾ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ ഒരു സീൻ. അതല്ല, റിലേഷൻഷിപ്പ് ആണെങ്കിൽ വളരെ പാഷനറ്റ് ആയ രണ്ടുപേരാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ വളരെ പാഷനറ്റ് ആണ്. പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവര്, കഥ എഴുതുന്നവര്, അപ്പൊ ഡിസ്കസ് ചെയ്യാൻ സുഖമാണ്. രണ്ടുപേർക്കും ആ ഫീൽഡിനോട് ഇഷ്ടമാണെങ്കിൽ, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ബോറടിക്കില്ല. നമ്മൾ സംസാരിക്കും അതിനെ കുറിച്ച്, അല്ലെ? പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. സൈക്കോളജി, ഫിലോസഫി, അല്ലെ? സയൻസ് ആണെങ്കിലും. അപ്പൊ അത് കേട്ടിരിക്കാനും ഒരാൾക്ക് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്നത്. പിന്നെ ഡിസിഷൻ എടുക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടേ ഡിസിഷൻ എടുക്കുകയുള്ളൂ. അതാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമ്മൾക്കൊരു റിലേഷൻഷിപ്പ് എടുക്കേണ്ടി വരുമ്പോൾ എന്തിനെ കുറിച്ചും ആയിക്കോട്ടെ, നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ഡിസിഷൻസ് എല്ലാം ആ വ്യക്തിയെയും ബാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. അപ്പോ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ വ്യക്തിയും കൂടി ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഈ ഡിസിഷനാണ് എടുത്തേക്കുന്നത്, നിങ്ങളുടെ ഇതൊന്നും എനിക്ക് അറിയണ്ട, ഇതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പൊ അതെപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അവസാനം ജഡ്ജ്മെന്റ്. നിങ്ങൾ വളരെ സ്പിരിച്വൽ ആണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൽ ഭയമുള്ളവരാണ്. ഫ്യൂച്ചറിൽ തെറ്റുകുറ്റങ്ങൾ കുറച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ പറ്റും. പക്ഷെ മനഃപൂർവ്വം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. കാരണം നിങ്ങൾ ദൈവവിധിയിൽ പേടിയുള്ളവരാണെന്നാണ് പറയുന്നത് കേട്ടോ. സ്കോർപിയോ, ഏരീസ്, കാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വാരിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വാരിയസ്, ലിബ്ര, ജെമിനായി. വളരെ നല്ല ഒരു സിറ്റുവേഷൻ ആണിത് കേട്ടോ. അപ്പോ
നിങ്ങൾ വഴക്കിടുന്നത് എന്ത് കാര്യത്തിനാണ് നമുക്ക് നോക്കാം. ഇഷ്ടമില്ലാത്തത് നമ്മൾ കണ്ടു. വഴക്കിടുന്ന കാര്യം നോക്കിയപ്പോ 2 കാർഡുകളാണ് ഇവിടെ വന്നത്. രണ്ടും പേജാണ്. വളരെ വളരെ ഇമ്മച്യൂർ ആയിട്ടാണ് നിങ്ങളുടെ വഴക്ക് വരാറ്. വഴക്ക് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുട്ടിത്തം അതിനിടയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരും കുട്ടികളാണ്. പേജ് ഓഫ് പെന്റക്കിൾസും പേജ് ഓഫ് വാൾസും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ചില സമയത്ത് നിങ്ങൾ രണ്ടുപേരും വളരെ ഇമ്മച്യൂർഡ് ആയിട്ട് പെരുമാറാറുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾ അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡന്റ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് ഒരു 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 പുതിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അതിൽ നിന്ന് എന്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതും ആ ഐഡിയ എനിക്ക് വല്ല ഉപയോഗമുണ്ടോ, ഈ ഐഡിയ കൊണ്ട് എനിക്ക് എന്ത് നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളാണ് പേജ് ഓഫ് പെന്റക്കിൾസ്. വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പലതരത്തിലുള്ള ആലോചനകൾ മനസ്സിൽ വന്ന് ഈ ഒരു കോയിൻ ആണത്. ഈ കോയിൻ എനിക്ക് എങ്ങനെ അതൊരു മരമാക്കി, അല്ലെങ്കിൽ ഒരു സീഡായിട്ടാണ് കാണുന്നത്, ആ സീഡിനെ ഒരു മരമാക്കി അതിൽ നിന്ന് ഫലം കൊണ്ട് എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നതാണ് പേജ് ഓഫ് പെന്റക്കിൾസ്. അത് റിവേഴ്സ് ആണ് വന്നിരിക്കുക. അപ്പൊ ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം, എന്ത് സാധനം കിട്ടിയാലും അതിനെ പ്രോഫിറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മെന്റാലിറ്റി, അതിനെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അത് അത്ര ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം പേജ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. പേജ് ഓഫ് വാൻസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം എന്താ പറയാ, പാഷനറ്റ് ആയിട്ട് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാല് അതിനോട് വളരെയധികം പാഷനറ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് വാൻസ്. വാൻസ് എപ്പോഴും പാഷൻ ആണ്, ആക്ഷൻ. അപ്പോ ഈ അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി വിചാരിക്കുമ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ഒരു വളരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടല്ലാതെ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് വെച്ചാല് നിങ്ങൾ വ്യക്തിയോട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം. അതേസമയം ഈ വ്യക്തി പ്രോഫിറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് റിസൾട്ട് വേണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സിറ്റുവേഷൻ, ഈ അവസ്ഥ, എനിക്ക് ഇതുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് വാശി പിടിക്കുന്ന നിങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. നിങ്ങൾ കുറച്ചും കൂടെ സ്ലോ ഡൗൺ ആവണമെന്ന് ഈ വ്യക്തി വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി കുറച്ചും കൂടെ ഇമോഷണൽ ആവണം. ഒരു ചെറിയ ഒരു എന്താ പറയുക, ഇമോഷന്റെ ഒരു കണിക ഈ ഒരു എല്ലാ സിറ്റുവേഷനിലും കാണിക്കണം. എല്ലാത്തിൽ നിന്നും പ്രോഫിറ്റ് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു സമയം ഏതാണ്? നിങ്ങൾക്ക് തമ്മിൽ ഏറ്റവും സന്തോഷം തന്ന ഒരു സമയം ഏതാണെന്ന് ചോദിക്കുമ്പോൾ മൂൺ കാർഡ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ട സമയമായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത്. കാരണം എന്താ വെച്ചാൽ 2 ഓഫ് കപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരിലും പാസ്റ്റില് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വളരെ എന്താ പറയാ, നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കാം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് 100 പേരുടെ നടുക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാറുണ്ട്. മനസ്സിലായോ? എത്ര പേരോട് സംസാരിച്ചാലും ആ ഒരാള്, ആ വ്യക്തിയായിരിക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും അന്യരാണ്. നമുക്ക് എത്രയൊക്കെ അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഒരാളോടാണ് നമുക്ക് വളരെയധികം സ്ട്രോങ് ആയ ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ ഒരു അവസ്ഥയെ അന്വേഷിച്ചു കൊടുക്കായിരുന്നു ഒരാളെ. അങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്. നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, നിങ്ങളെപ്പോലെ 100% അല്ലെങ്കിൽ ഒരു 99% എങ്കിലും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരു എനർജി, അതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണത്. ഫ്രണ്ട്ഷിപ്പിലും ഉണ്ടാവും ട്വിൻ ഫ്ലെയിം. നിങ്ങൾ രണ്ടുപേരും ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ആ ഒരു ഇത് വന്നിട്ട് ഇതുകൊണ്ട് നിങ്ങളെ കൊണ്ട് മീൻസ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി കയറി വന്നത് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അപ്പൊ അതാണ് ഈ വ്യക്തിയെ കണ്ടെത്തിയ സമയം, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ്
റീഡിംഗ് ദി ക്യാൻസർ പൈസസ് സ്കോർപിയോ ജെമിനി. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.